നെക്സ്റ്റ് മാച്ചിങ് ദ എൻ്റർപ്രണർ വിത്ത് ദി പ്രോജക്റ്റ്. ഫീസിബിലിറ്റി അനാലിസിസിലെ ലാസ്റ്റ് സ്റ്റേജാണ് മാച്ചിങ് ദ എൻ്റർപ്രണർ വിത്ത് ദി പ്രോജക്റ്റ്. അതായത് ഫീസിബിലിറ്റി അനാലിസിസിനകത്ത് ഒരു പാർട്ട് അല്ലെങ്കിൽ കൂടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു മാച്ചിങ് ദ എൻ്റർപ്രണർ വിത്ത് ദ പ്രോജക്റ്റ്. അതായത് ഒരു പ്രോജക്റ്റ് ഐഡിയ എൻ്റർപ്രണർ, അതായത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അനുയോജ്യമാണോ എന്ന് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് മാച്ചിങ് ദ എൻ്റർപ്രണർ വിത്ത് ദി പ്രോജക്റ്റ്. ഒരു പർട്ടിക്കുലർ ബിസിനസ് ഐഡിയ ഒരു എൻ്റർപ്രണറുടെ അഭിരുചിക്കും റിസോഴ്സസിനും അനുയോജ്യമാണോ എന്ന് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് മാച്ചിങ് ദ എൻ്റർപ്രണർ വിത്ത് ദി പ്രോജക്റ്റ്. ഇതിന് കുറച്ച് സ്റ്റെപ്പുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ വരുന്ന പ്രോഡക്റ്റ് ഓർ സർവീസ് എൻ്റർപ്രണറുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അഭിരുചിക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. നമുക്കറിയാം പലതരത്തിലുള്ള ഓണർഷിപ്പുകളുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ കമ്പനി ആകാം. ഇങ്ങനെ പലതരത്തിലുള്ള ഓണർഷിപ്പുകളുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തിക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണ് താല്പര്യം. പക്ഷെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഐഡിയ അനലൈസ് ചെയ്തപ്പോൾ അത് കമ്പനിയായിട്ട് ചെയ്യുന്നതായിരിക്കും ഫീസിബിലിറ്റി അനാലിസിസിൽ അനുയോജ്യമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആഗ്രഹിക്കുന്ന ഒരു എൻ്റർപ്രണർക്ക് ആ ഒരു പ്രോജക്റ്റ് ഐഡിയ അനുയോജ്യം ആയിരിക്കത്തില്ല. അങ്ങനെ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഫോം അനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഐഡിയ മാച്ച് ആകുമോ എന്നാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. ആദ്യം പ്രോഡക്റ്റ് ഓർ സർവീസിൻ്റെ ബേസിൽ എൻ്റർപ്രണറുമായിട്ട് മാച്ച് ചെയ്യുമെന്ന് നോക്കുക. ദെൻ ഫോം ഓഫ് ഓണർഷിപ്പിൻ്റെ കേസിൽ അത് ആ ഒരു പ്രോജക്റ്റ് ഐഡിയ മാച്ച് ആകുമെന്ന് നോക്കുക. ദെൻ അടുത്തത് സെലക്ഷൻ ഓഫ് സൈറ്റ്. ഒരു എൻ്റർപ്രണർക്ക് ഉള്ള സൈറ്റിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സൈറ്റ് അല്ല ഒരു ഓണർക്ക് അല്ലെങ്കിൽ എൻ്റർപ്രണർക്കുള്ളത് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഐഡിയ ആ ഒരു എൻ്റർപ്രണർക്ക് മാച്ച് ആകുന്നതല്ല. അപ്പോൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സൈറ്റിൻ്റെ ബേസിലാണ്. ഏത് ലൊക്കാലിറ്റി അല്ലെങ്കിൽ ലൊക്കേഷനാണ് അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അവിടെ അനുയോജ്യമായിട്ടുള്ള പ്രോജക്റ്റ് ആണോ ഇതെന്നാണ് ദെൻ നോക്കേണ്ടത്. ദെൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്കറിയാം ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും വരുന്നത് ഓൺഡ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ. ഇത് ഓൺഡ് ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട്, ബോറോഡ് ക്യാപിറ്റൽ കിട്ടാനുള്ള ചാൻസ്, ഇതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ദെൻ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ടത്. ഇതിനും എൻ്റർപ്രണറുമായിട്ട് പ്രോജക്റ്റ് ഐഡിയ ഒരു പ്രോജക്റ്റ് പ്രപ്പോസലിന് വേണ്ട ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു എൻ്റർപ്രണർക്ക് മാച്ച് ആകുമെങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനടുത്ത് ടെക്നിക്കൽ നോഹൗ. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ടെക്നിക്കൽ നോഹൗ എൻ്റർപ്രണർക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ അയാൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളതാണോ എന്ന് ഉള്ള അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ നോഹൗ വെച്ചിട്ടും ഒരു പ്രോജക്റ്റിനെ എൻ്റർപ്രണറും തമ്മിൽ മാച്ചാകുമോ എന്ന് നോക്കുക. ഇത്രയും അടിസ്ഥാനത്തിൽ എൻ്റർപ്രണർക്ക് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് മാച്ചാകുമോ എന്ന് നോക്കിയതിന് ശേഷമാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ദെൻ നമ്മൾ പറഞ്ഞു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് ഉൾപ്പെടുത്തണം, ദെൻ ടെക്നിക്കൽ ഫീസിബിലിറ്റി അനാലിസിസ് ഉൾപ്പെടുത്തണം, ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ്, ദെൻ എക്കോളജിക്കൽ അനാലിസിസ്. അതിന് പുറമെ അത് ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഐഡിയ എൻ്റർപ്രണർക്ക് മാച്ചാകുമോ എന്ന് നോക്കണം. ഏതൊക്കെ അടിസ്ഥാനത്തിൽ? പ്രോഡക്റ്റ് ഓർ സർവീസിൻ്റെ അടിസ്ഥാനത്തിലും, ഫോം ഓഫ് ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലും, സൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും, ടെക്നിക്കൽ നോഹൗവിൻ്റെ അടിസ്ഥാനത്തിലും ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് എൻ്റർപ്രണർക്ക് അനുയോജ്യമാകുമോ എന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ. ദെൻ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനെ എന്തിൻ്റെയൊക്കെ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ റെലവൻസ്. ആ ഒരു
പ്രോജക്റ്റ് എത്രത്തോളം റെലവൻ്റ് ആണ്. ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ബെനിഫിഷ്യറീസിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പര്യാപ്തമാണോ, അവരുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പര്യാപ്തമാണോ, മറ്റുള്ള ആസ്പെക്ട്സുകളും പോളിസീസും ഒക്കെ മീറ്റ് ചെയ്യാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് പര്യാപ്തമാണോ എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് റെലവൻസ്. അതായത് ആ ഒരു പ്രോജക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ആ ഒരു പ്രോജക്റ്റ് റെലവൻ്റ് ആണോ ഈ ഒരു എക്കണോമിയിൽ എന്നുള്ള പോയിന്റിലാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ദെൻ അടുത്തത് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് എഫിഷ്യൻ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അതായത് എക്കണോമിക്കലി ആൻഡ് അപ്രോപ്രിയറ്റ്ലി റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനും ആ ഒരു പ്രോജക്റ്റ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുമോ എന്നുള്ള അടിസ്ഥാനത്തിലാണ് അടുത്ത ഇവാലുവേഷൻ പ്രോജക്റ്റിൻ്റെ നടക്കുന്നത്. ദെൻ അടുത്തത് ഇഫക്റ്റീവ്നെസ്. ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് എത്രത്തോളം ഔട്ട്കം, ഒരു പ്രോജക്റ്റ് എത്രത്തോളം ഔട്ട്കം ജനറേറ്റ് ചെയ്യുന്നു, അതായത് ഡിസൈർഡ് ഔട്ട്കം ജനറേറ്റ് ചെയ്യാൻ പര്യാപ്തമാണോ എന്ന് അനലൈസ് ചെയ്യുന്ന സ്റ്റേജാണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്, ആ ഒരു ആസ്പെക്റ്റ്. ദെൻ ഇമ്പാക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ, അത് സോഷ്യലായിട്ടാകാം, എക്കണോമിക്കലായിട്ടാകാം, പൊളിറ്റിക്കലായിട്ടാകാം, ടെക്നിക്കലായിട്ടാകാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലായിട്ട്. ദെൻ സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രോജക്റ്റ് എത്രത്തോളം ബെനിഫിഷ്യലാണ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ പ്രോജക്റ്റ് എത്രത്തോളം നിലനിൽക്കുന്നതാണ്, ഈ ഒരു സമൂഹത്തിൽ എത്രത്തോളം അത് ബെനിഫിഷ്യലാണ് എന്ന ആസ്പെക്റ്റിലും ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 5 ബേസിലാണ് പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്: റെലവൻസ്, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഇമ്പാക്റ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ദെൻ അടുത്തത് ഒരു പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു പ്രോജക്റ്റിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എഫക്റ്റീവ് പ്ലാനിങ്. അതായത് ഒരു പ്രോജക്റ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്ലാനാണ് എഫക്റ്റീവ് പ്ലാൻ. അത് എഫക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഐഡിയയ്ക്കും എൻ്റർപ്രണർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് എങ്കിൽ ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് വരും. ദെൻ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ടീം ഓഫ് പ്രോജക്റ്റ് സ്റ്റാഫ്. ഒരു പ്രോജക്റ്റിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിൻ്റെ ടീം ഒരു റൈറ്റ് ടീം അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടീമാണ് എങ്കിൽ, സ്റ്റാഫ് ടീമാണ് എങ്കിൽ ആ പ്രോജക്റ്റ് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവും. ദെൻ കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രോജക്റ്റിൽ അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ സക്സസ്സിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു പ്രോജക്റ്റിലെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ കാര്യങ്ങൾ ടീമുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിലെ സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻ കേസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ട് അതാത് ലെവലിൽ അത് പരിഹരിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ടീം ഉൾപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ആകും അല്ലെങ്കിൽ സക്സസ് ആകും. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിസ്കുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ടീം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റ് സക്സസ്സിലേക്ക് എത്തും. ദെൻ സ്ട്രോങ് പ്രോജക്റ്റ് ക്ലോഷർ. അതായത് ഒരു പ്രോജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനകത്തെ ഓരോ ആസ്പെക്റ്റും ആ ഒരു പ്രോജക്റ്റിനുള്ളിൽ തന്നെ സക്സസ് ആയിട്ട്
അത് പരിഹരിച്ചു പോകാനും അതിനകത്തെ ഓരോ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റി പ്രോജക്റ്റിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ആവുകയും സക്സസ് ആവുകയും ചെയ്യും. ദെൻ എന്തൊക്കെയാണ് പ്രോജക്റ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റ് ഫെയിലറിന് കാരണമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പുവർലി ഡിഫൈൻഡ് പ്രോജക്റ്റ് സ്കോപ്പ്. അതായത് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാതിരിക്കുക. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാതെ എന്താണ് ലക്ഷ്യമില്ലാതെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്താൽ ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ പുവർ പ്ലാനിങ്. ഒരു പ്രോജക്റ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിങ് ഇല്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ ഒരു പ്രോജക്റ്റും ഫെയിലർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ഇൻഎക്സ്പീരിയൻസ്ഡ് പ്രോജക്റ്റ് മാനേജേഴ്സ്. ഒരു പ്രോജക്റ്റിലുള്ള മാനേജർക്ക് പ്രോജക്റ്റ് ഫീൽഡുമായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രോജക്റ്റ് ഫെയിലറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഒരു പ്രോജക്റ്റിൽ നടക്കാൻ സാധ്യതയില്ലാത്ത എക്സ്പെക്റ്റേഷനിലാണ് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകളും ഫെയിലർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ലാക്ക് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രോജക്റ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് പലപ്പോഴും ഒരു പ്രോജക്റ്റിൻ്റെ സക്സസിനെ ബാധിക്കുന്നു. അത് പ്രോജക്റ്റ് ഫെയിലറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രോജക്റ്റിൽ പലതരം പ്രശ്നങ്ങളുണ്ടാകും. അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിഹാരം കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോജക്റ്റ് ഫെയിലറിലേക്ക് പോകുന്നതാണ്. ദെൻ ഇനാഡിക്വേറ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു പ്രോജക്റ്റിലുള്ള നമുക്കറിയാം ഏത് പ്രോജക്റ്റിലും റിസ്ക് ഉണ്ടാകും. ആ റിസ്ക് മാനേജ് ചെയ്യുന്നതിലാണ് ഒരു പ്രോജക്റ്റിൻ്റെ സക്സസ്സും ഫെയിലറും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ടീമാണ് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഫെയിലറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ കീ സ്റ്റാഫ് ലീവിങ് ദ പ്രോജക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ കീ സ്റ്റാഫ്, ഇപ്പം പ്രോജക്റ്റ് മാനേജർ അല്ലെങ്കിൽ അതുപോലെ കീ സ്റ്റാഫായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു പ്രോജക്റ്റ് ഉപേക്ഷിച്ച് പോകുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ സക്സസിനെ ബാധിക്കാം. ദെൻ ഇനാഡിക്വേറ്റ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ട്രാക്കിംഗ്. ഒരു പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന റെലവൻറ്റ് മാറ്റേഴ്സ്, പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ്, അതിനെ സംബന്ധിക്കുന്ന റെലവൻറ്റ് മാറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാതെ പോകുന്നത്, അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യാതെ പോകുന്നതും ഒരു പ്രോജക്റ്റിനെ ഫെയിലറിലേക്ക് നയിക്കാം. ദെൻ ഇനാക്യുറേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഒരു പ്രോജക്റ്റിൽ വരാവുന്ന കോസ്റ്റിനെ കുറിച്ച് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ, ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് അല്ലാത്ത രീതിയിൽ എല്ലാ ഫാക്ടേഴ്സും പരിഗണിക്കാതെ കോസ്റ്റ് എസ്റ്റിമേറ്റ് എടുത്താൽ പ്രോജക്റ്റ് ഫെയിലറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ഫാക്ടേഴ്സാണ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഫാക്ടേഴ്സ്. പുവർലി ഡിഫൈൻഡ് പ്രോജക്റ്റ് സ്കോപ്പ്, പുവർ പ്ലാനിങ്, ഇൻഎക്സ്പീരിയൻസ്ഡ് പ്രോജക്റ്റ് മാനേജേഴ്സ്, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ, ലാക്ക് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, inadequate risk management, key staff leaving the project, inadequate documentation and tracking, inaccurate cost estimate. പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഫക്റ്റീവ് പ്ലാനിങ്, ടീം ഓഫ് പ്രോജക്റ്റ് സ്റ്റാഫ്, ദെൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, എഫിഷ്യൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, ദെൻ സ്ട്രോങ് പ്രോജക്റ്റ് ക്ലോഷർ. ഇത്രയാണ് പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്.